ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. ഗുരുവിനെ വന്ദിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ +2 ക്ലാസ്സിൽ +1 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അന്ന് പ്രീ ഡിഗ്രിയാണ്, പഠിച്ചപ്പോൾ ഹിന്ദിയായിരുന്നു എൻ്റെ ഐച്ഛിക വിഷയം. അതിൽ ഞാനൊരു ദോഹയെ പഠിച്ചിട്ടുണ്ട്. ഒന്നല്ല, 2 ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിലൊന്ന് കബീർദാസ് എഴുതിയതാണ്. ഗുരു ഗോവിന്ദ് ദോവു ഖഡേ കാകൂലാകെ പായ്. അതായത് ഗുരുവും ഗോവിന്ദനും വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ ആദ്യം ആരെ നമിക്കണം? ഞാൻ ആ പരിഭ്രമത്തിൽ ചിന്തിച്ചിട്ട് ഞാൻ ഗുരുവിനെ നമിച്ചു. എന്തുകൊണ്ടാണ്? ഭഗവാൻ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഗുരുവാണ്. അതുകൊണ്ട് ഞാൻ ഗുരുവിനെ നമിച്ചു. അപ്പോൾ ഗുരുവിൻ്റെ പ്രാധാന്യം അതാണ്. അതിൽ രണ്ടാമത്തെ ഒരു ശ്ലോകം ഉള്ളത്, അത് തുളസീദാസിൻ്റെയാണ്. മേരോ മേരോ മന അനന്ത് കഹാം സുഖ പാവേ ജയ്സേ ഊടി ജഹാസ് കി പഞ്ചി ഫിർ ജഹാസ് പേ ആയേ. അതായത് നടുക്കടലിൽ പോകുന്ന ഒരു പായ്ക്കപ്പലിലെ പായ്മരത്തിലിരിക്കുന്ന പക്ഷി തൻ്റെ ചിറകിനെ വിശ്വസിച്ച് അവിടെ നിന്ന് പറന്നുയർന്നു. കുറേ നാളായി ഞാൻ ഈ പായ്മരത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എനിക്കൊരു വേറൊരു ലോകത്ത് പോകണമെന്നും പറഞ്ഞു കുറേ ദൂരം പറന്നു. ഒരു ദിവസം മുഴുവൻ പറന്നു എന്ന് തന്നെ വിചാരിച്ചുള്ളൂ. കര കാണാ കടലിലാണ്. എന്തു ചെയ്യും? തിരിച്ച് കപ്പൽ ലക്ഷ്യമാക്കി വന്നു. എന്താണ് കാര്യം? ഭഗവാനിൽ നിന്ന് ഞാൻ അകന്നു പോയി. പക്ഷെ അകന്നു പോയിട്ട് എനിക്കൊരു ഗതിയും കിട്ടിയില്ല. തിരിച്ച് ഞാൻ ഭഗവാനിൽ തന്നെ വരേണ്ടി വന്നു. അപ്പോൾ ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് തുടങ്ങുന്നു ശ്ലോകം. എന്തിനാണ്? തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കാൻ.